അപ്പൊ ഉണ്ടല്ലോ ഇന്നാണെങ്കിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ. പുറത്തു പോകുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നതെന്നൊക്കെ ആട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മള് പുറത്തു പോവാണ് ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഒരുങ്ങുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ. എപ്പോഴും ഇന്നിപ്പോ ഒരുങ്ങുന്ന പോലെ ആയിരിക്കത്തില്ല ഒരുങ്ങുന്നത്. ചിലപ്പോൾ ഞാനൊരു മോയ്സ്ചറൈസറും ലിപ്സ്റ്റിക്കും മാത്രമായിരിക്കും ഇടുന്നത്. ചിലപ്പോൾ കുറച്ചുകൂടെ പ്രോഡക്ട്സ് കൂടുതൽ ഉപയോഗിക്കും. അപ്പം ഇന്ന് കുറച്ചെന്തെങ്കിലും വീഡിയോ എടുക്കാമല്ലോ. അപ്പൊ ഇച്ചിരി നന്നായിട്ട് മെനക്ക് പോവാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ എന്താണ് ഞാൻ ഈ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സായിട്ട് ഇട്ടേക്കുന്നത്. ഈ ഡ്രസ്സ് ഞാൻ മേടിക്കുന്നത് മീഷോയിൽ നിന്നാട്ടോ. ഞാൻ മേടിക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 350 എന്തോ ആണ് ഞാൻ മേടിക്കുമ്പോൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അതിലും കുറവാട്ടോ. ഞാനിത് 7-8 മാസമായി ഇത് മേടിച്ചിട്ട്. പക്ഷെ ഞാൻ ഒരു വട്ടം ഇട്ടിട്ടുള്ളൂ. സംഭവം അടിപൊളിയാട്ടോ. സ്ലീവ്ലെസ് ആണ്. ഇതിന്റെ കൂടെ പാന്റ് വരുന്നുണ്ട്. ഇപ്പൊ ഞാനാണെങ്കിൽ ഇതൊരു ജീൻസിന്റെ കൂടെ ആട്ടോ പെയർ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുങ്ങാം. അപ്പൊ ആദ്യം തന്നെ മോയ്സ്ചറൈസർ ആയിട്ട് ഇടുന്നത്. ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ മോയ്സ്ചറൈസർ ആണ്. ഞാൻ ഈ ലാക്മേന്റെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസർ ആട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു കേട്ടോ. എന്റെ ആണെങ്കിൽ നല്ല ഡ്രൈ സ്കിൻ ആണ്. വെറും ഡ്രൈ സ്കിൻ അല്ല, എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആട്ടോ. അപ്പം എപ്പോഴും നല്ല കട്ടിക്ക് തന്നെ മോയ്സ്ചറൈസർ ഇടണം. അപ്പോൾ ഞാൻ അടുത്തത് ഒരു ലിപ് ബാം ആട്ടോ ഇടുന്നത്. ഇത് നിവ്യന്റെ ലിപ് ബാം ആട്ടോ. അടുത്ത സൺസ്ക്രീൻ ആട്ടോ. ഇത് എനിക്കൊരു അബദ്ധം പറ്റിയിട്ട് ഞാൻ മേടിച്ച സൺസ്ക്രീൻ ആണ്. ഞാൻ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് മിനിമലിസ്റ്റിന്റെ ആട്ടോ ഉപയോഗിച്ചോണ്ടിരുന്നു. അത് അടിപൊളിയാട്ടോ. അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല. പെട്ടെന്ന് തന്നെ ഇങ്ങനെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആ. പക്ഷെ ഇതുണ്ടല്ലോ, ഞാൻ ഇവിടെ ഒരു കടയിൽ പോയപ്പോൾ മേടിച്ചാണ് ലോട്ടസിന്റെ. ഞാൻ ആദ്യമായിട്ട് ഈ സാധനം യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഭയങ്കര എന്താ പറയാ കട്ടിയാ. അതുപോലെ തന്നെ നല്ല വൈറ്റ് കാസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കിത് തീരുന്നത് വരെ ഇതിനെ ഉപയോഗിക്കുക ശരണം. കണ്ട ഭയങ്കര കട്ടിയാ. ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ തന്നെ പാടോ. അപ്പൊ സൺസ്ക്രീൻ ഇട്ടു കേട്ടോ. ഇനി ഞാൻ മസ്കാര ഇടുന്നില്ല. പക്ഷെ ഞാൻ ഈ മസ്കാരയുടെ സംഭവം വെച്ച് തന്നെ കേട്ടോ എന്റെ പിരുകം ഒന്ന് സെറ്റ് ആക്കുന്നത്. കാരണം അതാകുമ്പോ അങ്ങനെ ഒതുങ്ങി ഒരിടത്തങ്ങ് ഇരുന്നോളും. ഒരുപാട് ഇട്ടങ്ങ് വരച്ചു കൊടുക്കണ്ട, നല്ല ബോറായിരിക്കും. അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ കൺസീലർ ചെയ്ത് കൊടുക്കാം കേട്ടോ. കൺസീലർ എന്ന് പറയുമ്പോൾ ഞാൻ അത് എപ്പോഴും യൂസ് ചെയ്തില്ല. പക്ഷെ എനിക്കിപ്പോ നന്നായിട്ട് ഇങ്ങനെ ഡാർക്ക് സർക്കിൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് നമുക്ക് കൺസീലർ ഇട്ട് കൊടുക്കാവേ. ഞാൻ കൈ കൊണ്ട് തന്നെ കേട്ടോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് ഞാൻ കൺസീലർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ഈ ഒരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് മാസിന്റെ പൗഡർ ആട്ടോ. ഇനി ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതും മാസിന്റെ ബ്ലഷ് ആട്ടോ. കുറച്ച് കണ്ണിന്റെ മണ്ടയ്ക്കൂടെ ഇട്ട് കൊടുക്കാവേ. അങ്ങനെ ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിന്റെ മണ്ടയ്ക്ക് ഒരു ചെറിയൊരു കുഞ്ഞി പാലിട്ട് കൊടുക്കാം കേട്ടോ.
ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ എന്റെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി ഞാനാണെങ്കിൽ ഹെയർ ഒന്ന് കെട്ടിട്ട് വരാവേ. അപ്പൊ എന്താണ്ട് ഞാൻ ഇങ്ങനെ ഒരു മെസ്സി ഹെയർ സ്റ്റൈൽ ആട്ടോ, മെസ്സി പോണിറ്റെയിലാണ് കെട്ടിയേക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞി സ്റ്റഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ബ്ലാക്ക് കളറ്. അപ്പൊ ഇത്രയാണ് എന്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. എപ്പോഴും ഇത്ര ചെയ്യത്തില്ല കേട്ടോ, ഈ ബ്ലഷ് ഒക്കെ ചിലപ്പോൾ മാത്രം ചെയ്യുന്നതാണ്. അപ്പൊ എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റാ, ബൈ ബൈ.